ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ARK. നിങ്ങൾക്ക് വേണ്ടി PYQ ഡിസ്കഷൻ ഗെയിമിന്റെ PYQ ഡിസ്കഷന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്നലത്തെ ക്ലാസ് ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. പലരും അഭിപ്രായം അറിയിക്കുകയുണ്ടായി, സന്തോഷമുണ്ട്. അപ്പോ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ എല്ലാവരും. ഇന്നലെ കണ്ടതാണ് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ആ മെത്തേഡിൽ നിന്ന് തന്നെ 3-4 ക്വസ്റ്റ്യൻ വരെയൊക്കെ വന്നിട്ടുണ്ടല്ലേ. അത് പഠിച്ചാൽ തന്നെ ആ ക്വസ്റ്റ്യൻസ് അത് ശരിക്കും അതിന്റെ ക്വസ്റ്റ്യൻസ് ഒത്തിരി ചെയ്ത് പഠിച്ചാൽ തന്നെ നല്ലൊരു മാർക്കാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പിന്നെ കോംപ്ലക്സ് നമ്പറിന്റെ പാർട്ടിന്നായാലും A+IB ഫോമിലേക്ക് ആക്കുന്നതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇന്നലത്തെ ക്ലാസ് ശരിക്കും കണ്ട് പഠിക്കുക, എല്ലാവരും ചെയ്ത് പഠിക്കുക. അതിൽ നിന്ന് തന്നെ നല്ലൊരു മാർക്ക്, ഒരു 5-6 ക്വസ്റ്റ്യൻ വരെയൊക്കെ ആ മോഡൽസ് വരുന്നതായിരിക്കും കേട്ടോ. നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക എല്ലാവരും. ഇനി കുറച്ച് സമയമേ ഉള്ളൂ, ഉള്ള സമയമൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അല്ലെ. ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഏത് ചാപ്റ്ററിൽ നിന്നാണ്, മനസ്സിലായോ? y equal to vx. The differential equation dy by dx equal to y by x plus f of y by x divided by f dash y by x reduces to. ഇതെങ്ങനെ reduces to ഇതിലേതാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് y equal to vx എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഏത് ഫോമാണ്, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെ. ആ ടൈപ്പ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ആ ടൈപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം അല്ലെ. y equal to vx ആണ്. y equal to vx ആണ്. y equal to vx. y equal to vx എങ്കിൽ നമുക്കറിയാം y equal to vx ആണെങ്കിൽ dy by dx എന്താണ്? dy by dx equal to v. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലെ. v ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് 1 തന്നെയാണ്, 1 ആണ് എക്സിന്റെ ഡെറിവേറ്റീവ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിലെ dv by dx ആണ്. ഓക്കെ, അപ്പൊ dy by dx ഇതാണ്. y equal to vx ആണ് എങ്കിൽ y by x എന്താ? y equal to vx ആണെങ്കിൽ y by x എന്താണ്? y by x equal to v അല്ലെ. y by x ന് v എന്ന് കൊടുക്കാം. അപ്പൊ ഈ മാറ്റങ്ങളെല്ലാം നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യനിലേക്ക് കൊടുത്തു നോക്കാം. ഗിവൺ ക്വസ്റ്റ്യനിൽ dy by dx ന് പകരം എന്ത് കൊടുക്കണം? dy by dx ന് പകരം v plus x into dv by dx എന്ന് കൊടുക്കാം. v plus x into dv by dx എന്ന് കൊടുത്തു. ഈക്വൽ ടു എന്താണ്? y by x അല്ലെ. y by x എന്താണ്? y by x is v അല്ലെ. y by x v ആണ്, v കൊടുത്തു. പ്ലസ് ഇനി f of y by x എന്ന് വെച്ചാൽ y by x v ആണ്, v. then f dash y by x is again v അല്ലെ. ഇനി ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ നമുക്ക് നടത്താൻ പറ്റും അല്ലെ. v രണ്ട് സൈഡിലും വന്നിട്ടുണ്ട്, നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. v ക്യാൻസൽ ചെയ്തു. ദെൻ റിമൈനിങ് നമുക്ക് ഏത് ഫോമിലേക്ക് കൊണ്ടുവരാം? dxന്റെ കൂടെ എക്സും dvയുടെ കൂടെ വിയിലുള്ള ഫംഗ്ഷൻസും വരുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം. വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ആക്കാം. അപ്പോ dvയുടെ കൂടെ ഏതൊക്കെയാ വരിക? എഫ് ഡാഷ് വി ഇപ്പുറത്തേക്ക് വരും, അത് മുകളിലേക്ക് എത്തും. എഫ് ഡാഷ് വി ഡിവൈഡഡ് ബൈ എഫ് ഓഫ് വി ഇപ്പുറത്തേക്ക് വരും, ഡിനോമിനേറ്ററിലേക്ക് വരും. ഈക്വൽ ടു dx ഇപ്പുറത്തേക്ക് പോകും, dx ഡിവൈഡഡ് ബൈ ഈ എക്സ് ഇപ്പുറത്തേക്ക് വരും. അപ്പൊ ഈ ഫോമിലേക്ക് നമുക്ക് ഈ ഇക്വേഷൻ, ഗിവൺ ഇക്വേഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റി. ഇനി ഓപ്ഷനിൽ നോക്കിക്കേ, ഓപ്ഷനിലുണ്ടോ അത്? ഈ ഫോം ഉണ്ടോ? നോക്കുക, എഫ് ഡാഷ് വി ബൈ എഫ് ഓഫ് ബി ഡി വി ഈക്വൽ ടു 1 by x dx അല്ലെ. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഗിവൺ ക്വസ്റ്റ്യൻ ഹോമോജീനിയസ് ഫോം ആയിരുന്നു. അതിൽ നമ്മൾ vx എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്തു, വിക്ക് പകരം y by x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് റെഡ്യൂസ് ചെയ്തു അല്ലെ. മനസ്സിലായല്ലോ? അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ സൊല്യൂഷൻ കാണുന്ന ഏരിയയിൽ നിന്നായിരിക്കും. സൊല്യൂഷൻ കാണുന്ന ഏരിയയിൽ അത് വേരിയബിൾ സെപ്പറബിൾ ഫോം ഉണ്ട്, ഹോമോജീനിയസ് ഫോം ഉണ്ട്, ലീനിയർ ഇക്വേഷൻ ഫോം ഉണ്ട്. ആ 3 ടൈപ്പ് ശരിക്കും സ്ട്രെസ് ചെയ്ത് പഠിച്ചോളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ക്വസ്റ്റ്യൻസ് 1, 2, 3 ക്വസ്റ്റ്യൻ വരെയൊക്കെ കിട്ടാവുന്നതാണ്. പഠിക്കണം, അത് നന്നായിട്ട് പഠിക്കണം. 3 ടൈപ്പും നന്നായിട്ട് പഠിക്കണം. ഇത് ഹോമോജീനിയസ് എന്ന പാർട്ടിയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലും വരുന്നുണ്ട് ലീനിയർ ഇക്വേഷൻ ഫോമിലുള്ളത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ലെ, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് 1 പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് വൈ ആണ് ഈക്വൽ ടു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പൊ ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് ലീനിയർ ഫോമിലേക്ക് നമ്മൾക്ക് കൺവെർട്ട് ചെയ്ത് മാറ്റി എഴുതേണ്ടതുണ്ട്. എന്താണെന്ന ലീനിയർ ഫോം? ലീനിയർ ഫോം എന്താണ് എന്ന് പറഞ്ഞു നോക്കിക്കേ. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ. ആ രീതിയിൽ എഴുതണം. പി ആൻഡ് ക്യൂ ആർ ഫംഗ്ഷൻസ് ഓഫ് എക്സ് ഓർ കോൺസ്റ്റൻസ്. ഇനി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഒന്ന് പറഞ്ഞു നോക്കിക്കേ എല്ലാവരും. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ IF, integrating factor IF is equal to e raised to integral p dx. ഇതാണ് ഇന്റഗ്രേഷൻ ഫാക്ടർ. ഇതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇന്റഗ്രേഷൻ ഫാക്ടർ ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എങ്കിൽ നമുക്ക് പിയും ക്യൂവും ഒക്കെ എവിടെ? പിയും ക്യൂവും കിട്ടണമെങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതണം അല്ലെ, ലീനിയർ ഇക്വേഷന്റെ. അതെന്താണ്? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഇത് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. 2025 കീമിന് എന്തായാലും ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പാണത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഫോമിലേക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ കൺവെർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ കൺവെർട്ട് ചെയ്യാൻ ഡി വൈ ബൈ ഡി എക്സിന്റെ കൂടെ ഇവിടെ ഒന്നുമില്ല അല്ലെ. അപ്പൊ അത് കളയാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് നമുക്ക് അതുകൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? ഡി എന്റെ കൂടെ തന്നെ എല്ലാവരും ചെയ്തോളൂ. dy by dx minus 2 e raised to minus x divided by 1 plus 2 e raised to minus എല്ലാ ടേമിനെ 1 plus 2 into e raised to minus x കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലെ. ഈക്വൽ ടു, അപ്പോ ഇത് y ഈക്വൽ ടു 1 plus e raised to minus x divided by 1 plus 2 into e raised to minus x. രണ്ട് സൈഡിലും നമ്മൾ ത്രൂ ഔട്ട് എന്ത് ചെയ്തു? ഈ ടേം കൊണ്ട് ഡി വൈ ബൈ ഡി എക്സിന്റെ കൂടെയുള്ള ഈ ടേം വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു ത്രൂ ഔട്ട്. അപ്പൊ നമുക്കിപ്പോ കറന്റ് ഇക്വേഷൻ ഈ ഫോമിലായിട്ടുണ്ട്. ഏത് ഫോമില്? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ ഫോമിലായിട്ടുണ്ട് അല്ലെ. എല്ലാവരും കണ്ടല്ലോ. ഇവിടെ പി എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടും. വൈയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്ന ഈ ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് പി ഈക്വൽ ടു എന്താണ് ഇവിടെ? മൈനസ് 2 e raised to minus x divided by 1 plus 2 into e raised to minus x. ഇനി നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിലേക്ക് പോകാം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു എന്താണ് എന്ന് പറഞ്ഞു നോക്കിക്കേ. എല്ലാവരും പറഞ്ഞേ. ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ് അല്ലെ. അത് കാണാം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ IF is equal to e raised to integral ഈ ഫംഗ്ഷൻ minus 2 e raised to minus x divided by 1 plus 2 into e raised to minus x dx. ഇതാണ്. ഇനി ഇതിന്റെ ഇന്റഗ്രേഷൻ നോക്കുക. അപ്പോ നമുക്ക് ഇവിടെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് മുകളിൽ വന്നിരിക്കുന്നു. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ലോഗ് എന്ന് കിട്ടും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ എന്താണ്? എന്താ കിട്ടുക? ഇതിന്റെ ഇന്റഗ്രൽ, ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്താ കിട്ടുക? ഇ റേസ് ടു ലോഗ് IF is equal to e raised to log ഡിനോമിനേറ്റർ അല്ലെ 1 പ്ലസ് 2 e raised to minus x പ്ലസ് സി എന്നും വരും അല്ലെ. അപ്പൊ ഇതാണ് വരുന്നത് ഇന്റഗ്രേറ്റീവ്. അപ്പൊ ഇയും ലോഗും കൂടി ക്യാൻസൽ ആയിട്ട് ബാക്കി എന്ത് വരും? 1 പ്ലസ് 2 ഇൻറ്റു e raised to minus x. അതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരിക. 1 പ്ലസ് 2 ഇൻറ്റു e raised to minus x. 1 പ്ലസ് ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ ഇ 1 പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സൊല്യൂഷൻ ഓഫ് ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. അപ്പൊ സൊല്യൂഷൻ കാണാനാണ്. സൊല്യൂഷൻ കാണാൻ വേണ്ടി നമുക്ക് കുറെ മെത്തേഡുകൾ അറിയാം അല്ലെ. എന്തൊക്കെയാണത്? വേരിയബിൾ സെപ്പറബിള്, ഹോമോജീനിയസ് ആൻഡ് ലീനിയർ ഫോം അല്ലെ. അപ്പൊ ഇത് ഏത് ഫോം ആണെന്ന് നോക്കണം. അതിന് വേണ്ടി ഈ റേസ് ടു ഇയുടെ പവറിലാണ് ഡി വൈ ബൈ ഡി എക്സ് കിടക്കുന്നത്. ഇയുടെ പവറിൽ അത് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇയുടെ പവറിൽ ഡി വൈ ബൈ ഡി എക്സ് കിടക്കുന്നു. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ലോഗ് എടുക്കണം. 2 സെല്ല് ലോഗ് എടുക്കണം. ലോഗ് എടുത്ത് നോക്കാം. ഇപ്പൊ ലോഗ് എടുക്കുമ്പോ എന്താ വരിക? ലോഗ് ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സ്. ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ്
എക്സ് പ്ലസ് ടു. ഇനി ലോഗ് ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സ്, ലോഗിന്റെ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഗ് ഈസ് 1. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് മാത്രം വരും, ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ലോഗ് എസ് റേസ് ടു എൻ ഈസ് എൻ ലോഗ് എസ് എന്നുള്ള പ്രോപ്പർട്ടി ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ലോഗ് ഇ 1 ആയതുകൊണ്ട് ഇത് ഡി വൈ ബൈ ഡി എക്സ് ആവും. ഇനി ഇവിടെ ലോഗ് എസ് പ്ലസ് ടു തന്നെയാണ്, ലോഗ് എസ് പ്ലസ് ടു തന്നെയാണ്. ഇനിയാണ് നമുക്ക് നോക്കേണ്ടത്, ഇന്റഗ്രേഷൻ ചെയ്യണം. അതിനു വേണ്ടി വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ ഡി വൈ അവിടെ തന്നെ നിൽക്കുക, വൈയിലുള്ള ഫംഗ്ഷൻ ഒന്നും വേറെ കാണുന്നില്ല, എക്സിലുള്ള ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഡി എക്സ് അപ്പുറത്തേക്ക് പോവുകയാണ്, ലോഗ് എക്സ് പ്ലസ് ടു ഇൻറ്റു ഡി എക്സ് എന്നുള്ള രീതിയിൽ. ഇനി നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നു. ഇന്റഗ്രേഷൻ ചെയ്യുന്നു. ഡി വൈയുടെ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ നിങ്ങൾക്ക് അറിയാം, വൈ ആണ്. ഇനി ലോഗ് എസ് പ്ലസ് ടുവിന് ഇന്റഗ്രേഷൻ ചെയ്യാൻ എന്ത് ചെയ്യണം? ലോഗ് എസ് പ്ലസ് ടുവിന് ഇന്റഗ്രേഷൻ ചെയ്യാം പ്രോഡക്റ്റ് ടൂൾ അല്ലെ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അതിനെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ലോഗ് എക്സ് പ്ലസ് ടു ഇൻറ്റു 1 എന്ന് എഴുതുക. 1 എന്ന് എഴുതിയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യണം. അപ്പൊ നമുക്കത് ചെയ്യാം. ഈക്വൽ ടു y ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് ടു എന്നുള്ളത് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെ, ഹൈലൈറ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് അല്ലേ ഫസ്റ്റ് ഫംഗ്ഷൻ. ലോഗ് എസ് പ്ലസ് ടു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് 1 ഇന്റഗ്രൽ എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ലോഗ് എസ് പ്ലസ് ടുവിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് പ്ലസ് ടു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് 1ന്റെ ഇന്റഗ്രൽ എക്സ്. അഗെയിൻ ഇന്റഗ്രേഷൻ വന്നു അല്ലെ, അപ്പൊ അഗെയിൻ ചെയ്യണം. ലോഗ് എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ്. അഗെയിൻ ചെയ്യാൻ വേണ്ടി ഇന്റഗ്രേഷൻ ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? രണ്ടും ലീനിയർ ഫോം ആണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ പവർ ആണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് ഒന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. അപ്പൊ പ്ലസ് ടു ഡിനോമിനേറ്ററിൽ ഉള്ളതുകൊണ്ട് ഒരു പ്ലസ് ടു ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വെറുതെ ആഡ് ചെയ്യാൻ പറ്റൂല, ആഡ് ചെയ്താൽ സബ്സ്ട്രാക്റ്റും ചെയ്യണം അല്ലെ. പ്ലസ് ടു ആഡ് ചെയ്താൽ സബ്സ്ട്രാക്റ്റും ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടു സബ്സ്ട്രാക്റ്റും ചെയ്യണം. അപ്പോ ആഡ് ചെയ്ത് കഴിഞ്ഞു, സബ്സ്ട്രാക്റ്റും ചെയ്തു. ദെൻ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഇന്റഗ്രൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എസ് പ്ലസ് ടു ബൈ എക്സ് പ്ലസ് ടു എന്നുള്ളത് 1 ആവും, മൈനസ് 2 ബൈ എക്സ് പ്ലസ് ടു എന്നും വരും. അതിനെ ഇന്റഗ്രേഷൻ 1 ബൈ എക്സിന്റെ ഇന്റഗ്രൽ എന്താ ലോഗ് എക്സ് ആണ്. അതുപോലെ 1 ബൈ എക്സ് പ്ലസ് ടുയുടെ ഇന്റഗ്രൽ ലോഗ് എക്സ് പ്ലസ് ടു ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റിയ ഒരു പ്ലസ് ടു ആഡ് ചെയ്യേണ്ട ആവശ്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ലോഗ് എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ഇവിടെ ഇന്റഗ്രൽ ഓഫ് ഇത് 1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 2 ബൈ എക്സ് പ്ലസ് ടു ഡി എക്സ്. ഇനി ഇന്റഗ്രേഷൻ ചെയ്യാം. ലോഗ് എസ് പ്ലസ് ടു ഇൻറ്റു എക്സ്. 1ന്റെ ഇന്റഗ്രൽ എക്സ് ആണ്, എല്ലാവർക്കും അറിയാം അല്ലെ. നിങ്ങൾക്ക് അറിയില്ലേ 1ന്റെ ഇന്റഗ്രൽ എക്സ് ആണെങ്കിൽ 2 ബൈ എക്സ് പ്ലസ് ടുയുടെ ഇന്റഗ്രൽ എന്താ? 1 ബൈ എക്സിന്റെ ഇന്റഗ്രൽ ലോഗ് എക്സ് ആണ്. അതുപോലെ ഇതിന്റെ ഇന്റഗ്രൽ എന്ത് വരും? 2 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് ടു എന്ന് വരും, പ്ലസ് സി. ഇനി രണ്ട് ടേമിൽ എന്തുണ്ട് കോമൺ ആയിട്ട്? ലോഗ് എക്സ് പ്ലസ് ടു, ലോഗ് എക്സ് പ്ലസ് ടു കോമൺ ആയിട്ടുണ്ട് അല്ലെ. രണ്ട് ടേമിലും ഉണ്ട് കോമൺ ആയിട്ട്. നമുക്ക് ഔട്ട് സൈഡ് എടുക്കാമല്ലോ. ലോഗ് എസ് പ്ലസ് ടു കോമൺ, ദാറ്റ് ഈസ് ഔട്ട് സൈഡ്. ദെൻ എക്സ് പ്ലസ് ടു. പിന്നെ ഒരു ടേം ബാക്കിയുണ്ട്. ഏത് ടേമോ അത്? മൈനസ് എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പൊ ഓപ്ഷനിലേക്ക് നോക്കിക്കേ, ഏതാണ് ഓപ്ഷൻ? ഇതല്ലേ y ഈക്വൽ ടു രണ്ടാമത്തെ അല്ലെ മൈനസ് ഉള്ളത്, എസ് പ്ലസ് ടു ഇൻറ്റു ലോഗ് എസ് പ്ലസ് ടു മൈനസ് എക്സ് പ്ലസ് സി. അപ്പൊ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഏത് ഫോമാണ്, ഏത് രീതിയിലാണ് നമ്മൾ ചെയ്തത്? സൊല്യൂഷൻ കാണാനുള്ള രീതിയാണ്. വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇന്റഗ്രേഷൻ ചെയ്തത് അല്ലെ. വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. അഗെയിൻ എന്ത് വന്നു? വേരിയബിൾ സെപ്പറബിൾ ഫോം വന്നു. dy by cos y ഈക്വൽ ടു dx. വേരിയബിൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഇന്റഗ്രേഷൻ മാത്രം ചെയ്താൽ മതി സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. ആ 3 എണ്ണത്തിൽ നിങ്ങൾ എന്തായാലും പഠിക്കണം, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം കേട്ടോ. നോക്കിക്കേ, നിങ്ങൾക്ക് തന്നെ പറയാം അല്ലെ, ഇന്റഗ്രൽ ഡി ബൈ, ഇത് വേരിയബിൾ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നീറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് 1 ബൈ കോസ് വൈ എന്നുള്ളത് അറിയാം, സീക്ക് വൈ ആണ് അല്ലെ. ഡി വൈ ഈക്വൽ ടു ഡി എക്സ്. ഇനി വെറുതെ ഒന്ന് ഇന്റഗ്രേഷൻ ചെയ്താൽ മാത്രം മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ കാറ്റഗറിയിൽ വന്നിരിക്കുന്നതാ.
ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് 15 മുതൽ 20ഓളം ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടായിരിക്കുള്ളൂ. NCERT-നെ ബേസ് ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ടായിരിക്കുള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ സിമ്പിൾ കയറി വരാറുണ്ട്, ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ടൈപ്പ് ഒക്കെ നോക്കുക. പിന്നെ ഇന്റഗ്രേഷന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ പ്രോപ്പർട്ടീസ്, ഡെഫിനിറ്റ് ഇന്റഗ്രൽ, അതൊക്കെ നല്ല സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ സീക്ക് വൈയുടെ ഇന്റഗ്രൽ എല്ലാവർക്കും അറിയാം, അത് ജനറൽ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ലോഗ് മോഡുലസ് ഓഫ് സീക്ക് വൈ പ്ലസ് ടാൻ വൈ ഈക്വൽ ടു ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്താ, എക്സ് പ്ലസ് സി. അപ്പൊ ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷൻ നോക്ക്, ലോഗ് മോഡുലസ് ഓഫ് സീക്ക് വൈ പ്ലസ് ടാൻ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നോക്കുക. വീണ്ടും സൊല്യൂഷൻ ആണ്, പക്ഷെ ഇത് നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് അല്ല. അതായത് NCERT-യിൽ നമ്മൾ കണ്ടു പരിചയപ്പെട്ട ഒരു ടൈപ്പ് അല്ല. അപ്പൊ ഇത് നമ്മൾ എൻട്രൻസിലൊക്കെ ഇതിന്റെ മെത്തേഡുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് ഇതിപ്പോ നമ്മൾ ആന്റി ഡെറിവേറ്റീവ് ടെക്നിക്സ് ഒക്കെ ഇന്റഗ്രൽസിന്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചില്ലേ, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കിട്ടിയാൽ അത് എന്തിനെങ്കിലും ഡെറിവേറ്റീവ് ആണോ എന്ന് നോക്കിയിട്ട് ചെയ്യുന്ന ടൈപ്പ്. അപ്പോ നമുക്ക് നോക്കാം. ഈ ഫംഗ്ഷൻ നോക്കുക, y ഇൻറ്റു കോസ് വൈ പ്ലസ് സൈൻ വൈ. അതിനെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? എങ്കിൽ ഡെറിവേറ്റീവും ഇന്റഗ്രലും കൂടി വരുമ്പോൾ അത് ക്യാൻസൽ ആയിട്ട് ആ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതിയ ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് വരിക. ദെൻ ഇവിടെയും ഈ സൈഡിൽ നോക്കുക, ഇതിനെ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിട്ട്, ഇപ്പോ ഡെറിവേറ്റീവ് ഓഫ് സംതിങ്, സം ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റുമോ നോക്കുക. ഇവിടെ 2x ഉണ്ട്, log x ഉണ്ട്. അപ്പൊ നമുക്ക് 2x എന്നുള്ള എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ്, log x ഉണ്ട്. അപ്പോ രണ്ട് ടേം ഉണ്ട്, പ്രോഡക്റ്റ് റൂൾ, പ്രോഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന എന്തോ ആണെന്ന് മനസ്സിലാക്കാം. y ഇൻറ്റു കോസ് വൈ പ്ലസ് സൈൻ വൈ എന്നുള്ളത് നോക്കിക്കേ, y ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ സൈൻ വൈ, y ഇൻറ്റു സൈൻ വൈയുടെ ഡെറിവേറ്റീവ് അല്ലേ ഈ കിടക്കുന്നേ, y ഇൻറ്റു സൈൻ വൈയുടെ ഡെറിവേറ്റീവ് അല്ലേ കിടക്കുന്നേ. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് രീതിയിൽ എഴുതാൻ പറ്റിയ നമുക്ക് എളുപ്പമുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു മെത്തേഡാണ്, എൻട്രൻസ് പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും, NCERT-യിൽ ഇല്ലാത്ത ഒരു ടൈപ്പ്. ഇനി ഇതാണെങ്കിലോ, ഇത് നമുക്കറിയാം, ഡെറിവേറ്റീവ് ഓഫ് എന്തെഴുതാം, എക്സ് സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ്. ഒന്ന് ചെയ്ത് നോക്കിക്കേ, എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഇവിടെ നോക്കിക്കേ, ലോഗ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ, ലോഗ് എക്സ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ എങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇപ്പോ എക്സ് സ്ക്വയർ ലോഗ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, ചെയ്ത് നോക്കിക്കേ, സൈഡിൽ ചെയ്ത് നോക്കിക്കേ എല്ലാവരും, എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 2x. കണ്ടോ? അപ്പൊ എക്സ് സ്ക്വയറും എക്സും ക്യാൻസൽ ആയി പോയിട്ട് എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 2x സെയിം അല്ലേ. അപ്പൊ ആ രീതിയിൽ കിട്ടും. അപ്പൊ അതിനെയും ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് എഴുതാൻ കഴിഞ്ഞു. എങ്കിൽ സൊല്യൂഷൻ കാണാൻ വേണ്ടി ഇന്റഗ്രേഷൻ ചെയ്യണമല്ലോ. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ക്യാൻസൽ ആയിട്ട് എന്ത് വരും, y ഇൻറ്റു സൈൻ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് സി എന്ന് വരും. ഇത് നോട്ട് ചെയ്ത് പഠിക്കുക. ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ആ ഗിവൺ ഫംഗ്ഷനെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാൻ കഴിഞ്ഞാലും മതി. അപ്പൊ ഏതാണ് ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ, y ഇൻറ്റു സൈൻ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് സി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ് നമുക്കൊന്ന് നോക്കാം. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ്. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ്. കർവ് നോക്കിക്കേ, എക്സ് ഈക്വൽ ടു 3 cos θ ആൻഡ് y ഈക്വൽ ടു 5 sin θ ബിറ്റ്വീൻ 0 and 2π. അപ്പൊ നമുക്ക് ഗിവൺ ഫംഗ്ഷൻ ഏതാണ്, ഏത് കർവാണ് അതൊന്ന് നോക്കാം, എന്നിട്ടല്ലേ ഏരിയ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഈ കർവ് എക്സ് ഈക്വൽ ടു 3 cos θ. അപ്പോ x/3 എന്താണ്, cos θ. അതുപോലെ തന്നെ y ഈക്വൽ ടു എന്താണ്, y ഈക്വൽ ടു 5 sin θ എങ്കിൽ y/5 ഈക്വൽ ടു sin θ. ഇനി നമുക്ക് sin സ്ക്വയർ θ പ്ലസ് cos സ്ക്വയർ θ ഈക്വൽ ടു 1 ആണല്ലോ. അത് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. അപ്പൊ എന്താ കിട്ടാ, x/3 ഹോൾ സ്ക്വയർ പ്ലസ് y/5 ഹോൾ സ്ക്വയർ
ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 അല്ലേ 1. അപ്പൊ ഈ ഗിവൺ കർവിന്റെ ആ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഇത് എന്തിന്റെ ഇക്വേഷൻ ആണെന്ന് നോക്കിക്കേ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇത് എന്തിന്റെ ഇക്വേഷനാ? എലിപ്സിന്റെ ഇക്വേഷൻ അല്ലേ? എലിപ്സ് അല്ലേ അത്? അപ്പൊ എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. അപ്പൊ അത് എലിപ്സിന്റെ ഏരിയ നിങ്ങൾ അറിയണം. എലിപ്സിന്റെ ഏരിയ കാണാനായിട്ട് ഒരു സൂത്രവാക്യമുണ്ട്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന എലിപ്സിന്റെ ഏരിയ പൈ ഇൻറ്റു എ ബി ആണ്. പൈ ഇൻറ്റു എ ബി. ഇക്വേഷൻ എന്താ? പൈ ഇൻറ്റു എ ബി. വേറെ ഒന്നും ചെയ്യാൻ പോകണ്ട. ഏരിയ, എലിപ്സിന്റെ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എയും ബിയും നോക്കുക, പൈ ഇൻറ്റു എ ബി എഴുതുക, അതായിരിക്കും ഏരിയ. അപ്പൊ എ ഇവിടെ എയും ബിയും 5 ഉം 3 ഉം അല്ലേ? അപ്പൊ ഇവിടെ ഏരിയ എന്തായിരിക്കും? പൈ ഇൻറ്റു 5 ഇൻറ്റു 3 അല്ലേ? 15 പൈ. 15 പൈ ഓപ്ഷനിലുണ്ടോ? 15 പൈ. കറക്റ്റ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എലിപ്സിന്റെ ഏരിയ ആണെങ്കിൽ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്തോളണം. പൈ ഇൻറ്റു എ ബി ആണ് ഇക്വേഷൻ. എ ബി നമുക്ക് എലിപ്സിൽ നിന്ന് കിട്ടും അല്ലെ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ഏത് ടൈപ്പാ? ഏത് ചാപ്റ്റർ ആണ്? ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റിയിലെ ലിമിറ്റ്സ് എന്ന പോർഷനിൽ നിന്ന് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ട്രിഗ്നോമെട്രിക് ലിമിറ്റ്സ്, ട്രിഗ്നോമെട്രിക് ലിമിറ്റ്സ്, ലിമിറ്റ് സൈൻ ബൈ സൈൻ എന്നാണ് അല്ലെ? അപ്പോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ സൈൻ എക്സ് ബൈ എക്സ് ആണെങ്കിൽ 1 ആണ് എങ്കിൽ ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെ എന്ത് വരുന്നോ അത് തന്നെ താഴെയും വന്നാൽ 1 എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ ആക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ പൈ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ താഴെ എന്ത് വരണം? താഴെ എന്ത് വന്നാൽ 1 ആയിക്കോളും. പൈ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് തന്നെ വരണം അല്ലെ? പൈ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് തന്നെ വരണം. അപ്പൊ അതവിടെ ഇല്ല, നമ്മൾ അത് ആഡ് ചെയ്തതാണ്. ഇവിടെ ഉള്ളത് എക്സ് സ്ക്വയർ, അതിനൊന്ന് നീക്കി എഴുതാം. ഇനി ഇവിടെ കുറച്ച് റീഅറേഞ്ച്മെന്റ്സ് ഒക്കെ നൽകി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പൈ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് കൊടുത്തു. വെറുതെ കൊടുക്കാൻ പറ്റൂല. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തുകൂടി ചെയ്യണം? ഇൻറ്റും കൂടി ചെയ്യണം. അപ്പൊ ഇൻറ്റു പൈ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ചെയ്യണം. ഇനി നോക്കാം. അപ്പൊ ഇതെന്തായി പോവും? ഇത് 1 ആകും. ഇവിടെ ഒരു സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, താഴെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പൊ സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ്, അതും 1 ആവും. ബാക്കി എന്ത് മാത്രം വരുള്ളൂ? ഇപ്പൊ ഏതൊക്കെയാ 1 ആവുന്നേ? എന്ന് പറഞ്ഞേ, നോക്കിയിട്ട് പറഞ്ഞേ. ഇത് 1 ആവും അല്ലെ? സൈൻ പൈ സൈൻ സ്ക്വയർ എക്സ് ബൈ പൈ സൈൻ സ്ക്വയർ എക്സ്. ഇത് ലിമിറ്റ് കൊടുക്കുമ്പോ ഇത് 1 ആകും. പിന്നെ സൈൻ എക്സ് ബൈ എക്സ് അത് 1 ആകും. വീണ്ടും സൈൻ സ്ക്വയർ എക്സ് ഒരു സൈൻ എക്സ് കൂടി കിട്ടി, എക്സ് സ്ക്വയർ ഒരു എക്സ് കൂടി കിട്ടി. സൈൻ എക്സ് ബൈ എക്സ് വീണ്ടും 1 ആകും. ബാക്കി എന്ത് മാത്രം വരുള്ളൂ? ഇത് മാത്രം വരുള്ളൂ അല്ലെ? വാല്യൂ പൈ ഇസ് ദ ഫൈനൽ ആൻസർ. പൈ ആണ് നമുക്ക് ഇപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പൈ ഉണ്ടോ എന്ന് നോക്കിയ ഓപ്ഷനിൽ? ഓപ്ഷൻ ഇ ഇസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ലിമിറ്റ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അതിൽ ഈ ലിമിറ്റ് അറിയണം. ഏതാണ് ആ ലിമിറ്റ്? ബേസ് ചെയ്ത ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 അല്ലെ? ഇത് എന്തായാലും വരും. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതും ലിമിറ്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. ലിമിറ്റിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നതാണ്. ഇൻഡിറ്റർമിനേറ്റ് ഫോം 0/0 ഫോമിന്റെ ആ ഫോമില് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അൺനോൺസ് ലിമിറ്റ് തന്നിട്ട് അൺനോൺസ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ടൈപ്പ് ആണോ എന്ന് നോക്കണം. അപ്പൊ ഇവിടെ x-1 ലിമിറ്റ് കൊടുക്കുമ്പോൾ x-1 0 ആയി പോകും. അപ്പോൾ ന്യൂമറേറ്റർ 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആവണമെങ്കിൽ 0/0 ഫോം വരണമെങ്കിൽ ന്യൂമറേറ്ററും 0 എന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ലിമിറ്റ് കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ 0 എന്ന് കൊടുക്കുമ്പോൾ എന്താ കിട്ടാ? x² - ax - b. അപ്പൊ എക്സിന് 1 കൊടുക്കുമ്പോ എന്താ കിട്ടാ? 1 - a - b. അപ്പോ ന്യൂമറേറ്റർ ഈക്വൽ ടു 0. നമുക്കിവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിനോമിനേറ്റർ 0 ആണ്. അപ്പൊ ന്യൂമറേറ്റർ 0 എന്നുള്ള 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 - a - b = 0. ദാറ്റ് ഈസ്
എ പ്ലസ് ബി, എയും ബി അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എ പ്ലസ് ബിയുടെ വാല്യൂ എന്താ കിട്ടിയത്? എ പ്ലസ് ബി ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, വീണ്ടും ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലായി എനിക്ക്? x⁷7 ഉണ്ട്, x⁸8 ഉണ്ട്, ഒരു പവർ കുറഞ്ഞതുണ്ട്. അപ്പൊ നമ്മൾ ഉടനെ മനസ്സിലാക്കിക്കോളാം സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന്. അപ്പൊ എന്തിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ടേ നോക്കാം. ഇതിന് ഡിനോമിനേറ്ററിലാണ് x⁷7 കിടക്കുന്നത്. ദാറ്റ് മീൻസ് x⁻⁷7 ആണ് എഫക്റ്റ്. അപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ x⁸8 എന്നുള്ളത് ന്യൂമറേറ്ററിൽ x⁻⁸8 ആയിക്കോളും. അപ്പൊ അത് ഡെറിവേറ്റീവ് ആയിട്ട് പോയിക്കോളും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്തിനു കൊടുക്കാം? t ഈക്വൽ ടു 1/x⁻⁷ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ dt ഈക്വൽ ടു x⁻⁷ പ്ലസ് 1 ആണ്, നിങ്ങൾക്കറിയാം. അപ്പൊ dt എന്ന് പറയുന്നത് എന്താണ്? x⁻⁷ ഇന്റഗ്രല് -7 x⁻⁻8 dx ആണ്. അപ്പൊ -7 ഇപ്പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ dt ബൈ -7 ഈക്വൽ ടു x⁻⁻8 dx. ഓക്കെ, ഇതാണ്. ഇനി ഈ മാറ്റങ്ങളെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കാം. ഗിവൺ ഇന്റഗ്രലിലേക്ക് കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ dxന്റെ പ്ലേസിൽ അപ്പോ dt എന്നുള്ളത് dt ഈ 1/-7 പുറത്തേക്ക് എഴുതാം. x⁻⁻8 dt ആയി പോയിക്കോളും. ഡിവൈഡഡ് ബൈ എന്താണ് ഇത് നമ്മൾ കൊടുക്കുന്നത്? t⁻²/3. അപ്പൊ ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. 1/t⁻²/3 ഇന്റഗ്രേഷൻ ചെയ്താൽ മതി അല്ലേ? അപ്പോ -1/7 ഇൻറ്റു t⁻²/3 എന്നുള്ളത് മുകളിലേക്ക് എത്തും. -2/3 പ്ലസ് 1 ബൈ -2/3 പ്ലസ് 1. എന്താണ് -2/3 പ്ലസ് 1 എന്നുള്ളത്? -2 പ്ലസ് 3/3 ഈക്വൽ ടു 1/3. 1/3 ആണ് അതിന്റെ പവർ വരുന്നത് അല്ലേ? അപ്പൊ എന്താ ആൻസർ വരിക? -1/7 t⁻² എന്താ വരിക? t⁻⁴ ഡിവൈഡഡ് ബൈ താഴെയും എന്ത് വരും? ഒരു 1/3 വരും. 3 മുകളിലേക്ക് എത്തുമ്പോൾ -3/7 t⁻². t എന്ന് വെച്ചാൽ ഇവിടെ എന്താ? t എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താ? t നോക്കിക്കേ എല്ലാവരും, t നോക്കിക്കേ. 1/x⁻⁷ പ്ലസ് 1 1/3 പ്ലസ് c. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 7ഉം 8ഉം ഉള്ളതുകൊണ്ട് ഉടനെ നമ്മൾ ചിന്തിക്കണം എന്താണെന്ന്? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നോക്കണം. അപ്പൊ ഓപ്ഷൻ ഏതാന്ന് നോക്കിക്കേ. ഏതാണ്? -3/7 1/x⁻⁷. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻ. അപ്പൊ എത്രയോ ക്വസ്റ്റ്യൻസ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ തന്നെ വരുന്നുണ്ട്. ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടതാണല്ലേ? പാർട്ട് 1ലും കണ്ടതാണ്. എന്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് 1, 2, 3 ക്വസ്റ്റ്യനോളം ഈ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അതത്രയും ശ്രദ്ധിച്ചു. അതിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം മക്കളെ. ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചോ. എന്തായാലും അതിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കണ്ടോ? ഇന്റഗ്രൽ 0 to π/2 cos⁻²2024x by sin⁻²2024x plus cos⁻²2024x എന്നാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആൻസർ എഴുതിക്കോ. അതിന്റെ ആൻസർ π/4 ആയിരിക്കും. എന്തായിരിക്കും? π/4 ആയിരിക്കും. കാരണം ഇവിടെ ഇന്റഗ്രേഷന്റെ ഡെഫിനിറ്റ് ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടി ഇന്റഗ്രേറ്റ് ടു ബി fx dx ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ടു ബി f of a plus b minus x dx അപ്ലൈ ചെയ്യുന്നു. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇന്റഗ്രൽ മൊത്തം ഇപ്പൊ ആഡ് ചെയ്ത് 1 ആക്കി കളയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. i എന്നുള്ളത് ഈ ഗിവൺ ഇന്റഗ്രൽ ഇതിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇന്റഗ്രൽ 0 to π/2 cos എന്നുള്ളത് π/2 മൈനസ് എക്സ്. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 0 പ്ലസ് π/2 π/2 മൈനസ് എക്സ് cos 2024 π/2 മൈനസ് കോസിന്റെ പവറിൽ π/2 മൈനസ് സൈൻ ആണ്. അപ്പൊ സൈൻ 2024 എക്സ് എന്നായിട്ട് മാറും. അതുപോലെ ഇത് കോസ് ആകും. അപ്ലൈ ചെയ്യുമ്പോൾ 2024x ഇത് സൈൻ ആവും. കോസ് എന്നുള്ളത് സൈൻ ആവും. 2024x dx. അപ്പൊ ഈ 2iയും കൂടി ആഡ് ചെയ്യുമ്പോൾ 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2. ഇവിടെ നോക്കിയേ, കോസ് 2024xും സൈൻ 2024xും കൂടി ആഡ് ചെയ്യണം. ഡിനോമിനേറ്ററും അത് തന്നെയാണ് അല്ലേ? അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. 1ന്റെ ഇന്റഗ്രൽ എന്താ? x ബിറ്റ്വീൻ ദ ലിമിറ്റ്സ്
0 and pi by 2. 0 and pi by 2. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ pi by 2. 2i pi by 2 ആണെങ്കിൽ i എന്താണ് മക്കളെ? 2i pi by 2 ആണെങ്കിൽ i pi by 4. Pi by 4 is the answer. Option A is the right answer. മനസ്സിലായല്ലോ? ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട, 1 എന്ന് അങ്ങ് എഴുതിക്കും. cos raised to 2/3 എന്ത് പവറിൽ വന്നാലും 1 എന്നല്ല pi by 4 എന്നാണ് ആൻസർ. 1 അല്ല pi by 4. pi by 4 എന്ന് എഴുതിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നോക്കിക്കേ, റിലേഷൻ സിമെട്രിക് ആണോ? അപ്പൊ റിലേഷനെ പറ്റിയാണ് പറയുന്നത്. നാച്ചുറൽ നമ്പർ ആണ് നമ്മുടെ സെറ്റ്. റിലേഷൻ ഡിഫൈൻഡ് ഓൺ n given that a related to b if and only if a plus 2b equal to 11 ആണ്. then the relation r symmetric ആണോ, റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ നോക്കണം. അപ്പോ സിമെട്രിക്, ട്രാൻസിറ്റീവ്, റിഫ്ലെക്സീവ് ആണോ നോക്കാം. നമുക്കുള്ളത് എന്താ? a plus 2b equal to 11. a plus 2b equal to 11 ആണ് അല്ലേ. അപ്പൊ നാച്ചുറൽ നമ്പർ ഇതിന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ എ റിഫ്ലെക്സീവ് ആണോ നോക്കാൻ, എ എലമെന്റ് ഓഫ് എ ആണെങ്കിൽ എന്ത് വേണം? എ എലമെന്റ് ഓഫ് ആർ ആവണം. എ എലമെന്റ് ഓഫ് ആർ ആവണം. അപ്പോ 1 എടുക്കുകയാണെങ്കിൽ എന്ത് വേണം? അതില് 1 വേണം. അപ്പോ ഇതില് 1 എടുക്കുമ്പോ 1ഉം 1ഉം കൊടുക്കുകയാണെങ്കിൽ എന്താ കിട്ടുക? 1 plus 2 equal to 11 കിട്ടോ? ഇല്ല. 1 plus 1 equal to 11 കിട്ടോ? ഇല്ല. 1 plus 2 അല്ലെ, 1 plus 2 equal to 11 കിട്ടോ? ഇല്ല അല്ലെ. അപ്പൊ അത് പോസിബിൾ അല്ല. അപ്പൊ റിഫ്ലെക്സീവ് അല്ല എന്ന് മനസ്സിലായി. റിഫ്ലെക്സീവ് അല്ല. ഇനി നമുക്ക് അടുത്തത് നോക്കാം, സിമെട്രിക് ആണോ. സിമെട്രിക് ആണോ നോക്കാൻ വേണ്ടി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 വാല്യൂസ് എടുക്കാം. എക്ക് ഇപ്പോ എന്ത് കൊടുത്താലാ? 1. എ ഈക്വൽ ടു 1 ആൻഡ് ബി ഈക്വൽ ടു 5 കൊടുത്തു കഴിഞ്ഞാൽ ഇത് സാറ്റിസ്ഫൈ ആവൂലേ അല്ലെ. എക്ക് 1, അതായത് എ പ്ലസ് 2 into 5 ഈക്വൽ ടു എന്താ? 11 കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? അപ്പൊ നമുക്കിപ്പോ 1 5 എന്തിലുണ്ട്? ആറിലുണ്ട്. ഇത് സിമെട്രിക് ആണെങ്കിൽ എന്താ ഇതിൽ വേണം? 5 1 വേണം അല്ലെ. 5 1 ഇട്ട് നോക്കാം. അപ്പൊ എക്ക് 5ഉം ബിക്ക് 1ഉം കൊടുത്താലോ? 5 plus 2 നോട്ട് ഈക്വൽ ടു 11 ആ കിട്ടാം. ഇതെന്തല്ല? സിമെട്രിക് അല്ല. നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കിയേ. ഓക്കെ, റിഫ്ലെക്സീവ് ബട്ട് നോട്ട് സിമെട്രിക്, നോട്ട് റിഫ്ലെക്സീവ് ബട്ട് സിമെട്രിക്, റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക് അതല്ല, നൈദർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക് അല്ലേ. അപ്പൊ അതല്ലേ ആൻസർ? നൈദർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ആർ എന്നുള്ളത് ആറാണ് ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് വൈ എലമെന്റ് ഓഫ് സെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 3y square ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 is a relation on the set of integers set. Then the range of the റിലേഷന്റെ റേഞ്ച് ആണ് വേണ്ടത്. വൈയുടെ വാല്യൂ, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ ആണ് വേണ്ടത്. നോക്കാം നമുക്ക്. അപ്പൊ നോക്കാം, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. എക്സ് സ്ക്വയർ പ്ലസ് 3y square ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഇൻഡിജേഴ്സ് ആണ്. എക്സിന് എടുക്കാവുന്ന വാല്യൂ എക്സും വൈയും ഒക്കെ എന്താവണം? ഇൻഡിജേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇൻഡിജേഴ്സ് വരുമ്പോ നമ്മൾ എക്സിന് ഇപ്പൊ 0 കൊടുത്ത് നോക്കിക്കേ. എക്സിന് 0 കൊടുത്താല് വൈക്ക് 0 കൊടുത്താൽ എന്താവും? ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോ 0 plus 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 ശരിയാവും അല്ലെ. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ എക്സിന് പ്ലസ് ഓർ മൈനസ് 1 വൈക്ക് 0 കൊടുത്ത് നോക്കിക്കേ. അപ്പൊ 1 plus 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 സാറ്റിസ്ഫൈ ആകും. പിന്നെ അതുപോലെ നേരെ തിരിച്ച് 0 plus ഓർ മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 0 1 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 സാറ്റിസ്ഫൈഡ് ആവും. ഇനി നേരെ തിരിച്ച് അപ്പൊ അതെല്ലാം കൊടുത്തു. ഇനി 2 കൊടുക്കാം. 2 plus ഓർ മൈനസ് 2 0 കൊടുത്തു നോക്കിക്കേ. 2 0 കൊടുത്താലോ 2 വരുമ്പോ ഇവിടെ എന്താ കിട്ടുക? 2 കൊടുക്കുമ്പോ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 അതും സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. ഇനി എന്തെങ്കിലും നേരെ തിരിച്ചു നോക്കാം. 0 plus ഓർ മൈനസ് 2 കൊടുത്തു നോക്കിക്കേ. 0 സ്ക്വയർ പ്ലസ് 3 into 2 6 അല്ലേ. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? 3 into 2 സ്ക്വയർ 12 അല്ലേ വരിക. അപ്പൊ അത് കിട്ടുന്നില്ലല്ലോ, റേഞ്ചിന് പുറത്തു പോയില്ലേ. 7 എങ്കിലും വലിയ വാല്യൂ അല്ലേ കിട്ടുക. അപ്പൊ അത് സാറ്റിസ്ഫൈഡ് അല്ല. ഇത് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാ? റേഞ്ച് ആയിട്ട് വൈയുടെ വാല്യൂസ് വന്നിരിക്കുന്നത് 0 വന്നു, പ്ലസ് ഓർ മൈനസ് 1 വന്നു. 2 എടുത്തപ്പോ അത് പറ്റിയില്ല. 2 അല്ലേ അടുത്ത ഇൻറ്റിജർ എന്ന് പറയുന്നത്. അപ്പൊ അത് പറ്റുന്നില്ല. ഏതൊക്കെ വാല്യൂസ് വരെ പറ്റുന്നുള്ളൂ? 0 റേഞ്ച് എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂ 1 മൈനസ് 1 ഇത്രയും വാല്യൂ അല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ. സാറ്റിസ്ഫൈഡ് ആയിട്ട് ഈ കണ്ടീഷൻ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? നോക്കിക്കേ, ഓപ്ഷൻ
ഇ ഇസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പീരീഡ് കാണാനാണ്. പീരീഡ് ഓഫ് എഫ് എക്സ്. എഫ് എക്സ് എന്നുള്ളത് മോഡ് സൈൻ എക്സ് പ്ലസ് മോഡ് കോസ് എക്സ് ആണ്. പീരീഡ് എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്ന ആ ലെങ്ത് ആണ്. റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ റിപ്പീറ്റ് ചെയ്യും. സൈൻ എക്സിന്റെ പീരീഡ് 2π അല്ലേ? 2π ഓരോ 2πയിൽ റിപ്പീറ്റ് ചെയ്യാണ്. കോസ് എക്സിന്റെ 2π ആണ്. ഇവിടെ മോഡ് സൈൻ എക്സ് പ്ലസ് മോഡ് കോസ് എക്സ്. അപ്പൊ നമുക്കത് π/2 പൈയിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് π/2 ചെക്ക് ചെയ്യുകയാണെങ്കിൽ π/2 പ്ലസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്കിത് π/2 ആണെങ്കിൽ പീരീഡ് എന്ന് പറയാം. അതുപോലെ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പൈക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ π/2 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഇതാണ് കിട്ടേണ്ടത്. സൈൻ എക്സ് പ്ലസ് മോഡ് കോസ് എക്സ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഇതില് എഫ് ഓഫ് π/2 പ്ലസ് എക്സ് ഒന്ന് കണ്ടു നോക്കാം. വാല്യൂ എന്ത് വരും നോക്കാം കേട്ടോ. അപ്പൊ മോഡ് സൈൻ എക്സ് സൈൻ π/2 പ്ലസ് എക്സ് എന്താ? സൈൻ π/2 പ്ലസ് എക്സ്. അപ്പോ ആ വാല്യൂ കൊടുക്കുക. സൈൻ π/2 പ്ലസ് എക്സ്, അതുപോലെ കോസ് π/2 പ്ലസ് എക്സും. സൈൻ π/2 പ്ലസ് എക്സും കോസ് π/2 പ്ലസ് എക്സും. ഇതെന്ത് വരും? മൈനസ് സൈൻ എക്സ് മോഡുലസ് എന്ത് തന്നെയാണ്? സൈൻ എക്സ് തന്നെ. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? ഇവിടെ ഫംഗ്ഷൻ എഫ് എക്സ് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് പറയാം ഈ ഫംഗ്ഷന്റെ പീരീഡ് എന്ന് പറയുന്നത് π/2 ആണ്. π/2 ആണ് പീരീഡ്. π/2 യുടെ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബി സി. എ ബി സി എന്താ? എ ബി സി ബി പോസിറ്റീവ് നമ്പേഴ്സ് സച്ച് ദാറ്റ് എ ബി സി ഈക്വൽ ടു 1, then the minimum value of a plus b plus c is. a plus b plus c യുടെ മിനിമം വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ ഇത് ജോമെട്രിക് മീനും അരിത്തമെറ്റിക് മീനും സീക്വൻസ് ആൻഡ് സീരീസിലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജോമെട്രിക് മീൻ ആൻഡ് അരിത്തമെറ്റിക് മീൻ അത് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. നമുക്കറിയാം എ ബി സി എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. എ ഇൻറ്റു ബി ഇൻറ്റു സി 1 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം അരിത്തമെറ്റിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ. അപ്പൊ നമുക്ക് കാണേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി ആണ്. അപ്പൊ ഈ 3 നമ്പറിന്റെ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാ കാണുന്നത്? എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ എന്താ? എ ബി സി ഹോൾ റേസ് ടു 1/3. ദാറ്റ് ഈസ് ഗിവൺ, ഇറ്റ് ഈസ് 1. അപ്പൊ ഇവിടെ എന്താ വരിക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോ എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടിയ അതിന്റെ മീനിങ് എന്താ? എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. മീൻസ് 3 ആണ് അതിന്റെ എന്ത് വാല്യൂ? മിനിമം വാല്യൂ. 3 is the minimum value. Option E is the correct answer. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് എന്താണ്? AM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു GM. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുറെ തവണ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The coefficient of x cube in the expansion of. നമുക്ക് മനസ്സിലായില്ലേ? ചാപ്റ്റർ ഏതാ? ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് കോഎഫിഷ്യന്റ് കാണണം. അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് ജനറൽ ടേം ബൈനോമിയൽ തിയറി. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 1/1 plus 2x 1 plus 2x whole raised to minus 10 ആണ്. That is equal to നമുക്ക് എഴുതാം 1 plus 2x whole raised to 10 എന്ന് എഴുതാം. ഇതിന്റെ ജനറൽ ടേമിന്റെ ഇക്വേഷൻ എന്താ? TR plus 1 equal to NCR A raised to n minus R VR. അപ്പൊ നമുക്കിതില് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ആണ് കിട്ടേണ്ടത്. എക്സ് ക്യൂബ് ഏത് ടേബിൾ വരും നോക്കാം. എസ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. n ഇവിടെ 10 ആണ്. അപ്പൊ 10CR A എന്ന് വെച്ചാൽ 1 ആണ്. അപ്പൊ 1ന്റെ പവറിൽ എന്ത് വന്നാലും 1 തന്നെ. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. B raised to R എന്ന് പറയുമ്പോൾ 2x whole raised to R. അപ്പൊ ഇവിടെ നോക്കുമ്പോ ചില ടേമില് എക്സ് ക്യൂബ് വരണമെങ്കിൽ ആറിന് എന്ത് കൊടുക്കണം? ആറിന്റെ വാല്യൂ എന്താവണം? 3 അല്ലേ? 3 ആവണം. അപ്പൊ T4 ടേം 4 ആണ് നമുക്ക് equal to 10C3 2 raised to 2x whole raised to 2 cube x cube. അപ്പൊ നമുക്ക് വാല്യൂ വരുന്നത് എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വന്നത് ഏതാ? ഇവിടെ 10C3 2 ക്യൂബ് അല്ലേ? അത് കണ്ടാൽ മതി. നമ്മുടെ വാല്യൂ എന്താ? 10C3 2 ക്യൂബ് ആണ്. 2 ക്യൂബ് 8 ആണ്. ഇനി 10C3 എന്താന്ന് നോക്കാം അല്ലെ? NCRന്റെ ഇക്വേഷൻ എന്താ? NCR നിങ്ങൾക്ക് അറിയാം. NCR equal to n factorial by r factorial into n minus r factorial. അപ്പൊ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 10C3 എന്നുള്ളത്
10 factorial by 3 factorial into 7 factorial into 8. ഇത് ക്യാൻസൽ ആയി പോകും അല്ലേ? 10 factorial 7 factorial ബാക്കി എന്താ വരാ? 10 into 9 into 8. 3 factorial എന്ന് വെച്ചാൽ 1 into 2 into 3. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ മൊത്തം എന്ത് കിട്ടും നമുക്ക്? 120 into 8 അല്ലേ? 960. 960 is the right answer. 960 കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ബൈനോമിയൽ തിയറത്തിലെ ജനറൽ ടേം എന്നുള്ളത് TR+1 ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ധാരാളം വരാറുണ്ട്. അപ്പൊ അത് ചെയ്ത് പഠിക്കണം. ഇത് ഉറപ്പായിട്ടും വരാവുന്ന ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്രയും 15 ക്വസ്റ്റ്യൻ. നമ്മുടെ പാർട്ട് 2ന്റെ ഡിസ്കഷൻ ഇവിടെ തീരുകയാണ്. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മെയിൻ ആയിട്ടും ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ഈ ബൈനോമിയൽ തിയറത്തിന്റെ ജനറൽ ടേം കാണാനുള്ള, അത് ഇങ്ങനെ കോഎഫിഷ്യന്റ് കാണാനുള്ളത്, ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് കാണാനുള്ളത് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിറ്റ് ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടി വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം ചെയ്ത് പഠിക്കുക. ധാരാളം ക്വസ്റ്റ്യൻസ് അതിൻ്റെ എടുത്തിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു മാർക്കിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റട്ടെ. ഞങ്ങളുടെ സപ്പോർട്ട്, എഡ്യൂക്കേറ്റർ ലേണിംഗിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എക്സാം വരെ ഉണ്ടാവും. RRP സാറ് പറഞ്ഞ പോലെ തന്നെ ഇനിയും വീഡിയോസ് ഓരോ പാർട്ടുകളായിട്ട് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാത്സിന്റെയും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാം വരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.